ഹലോ ഗൈസ്, ഈ നട്ടുച്ചയ്ക്ക് ഞാൻ അമ്പലത്തിൽ പോവാണ് കേട്ടോ. തൊഴാനല്ലടോ. എന്തിനാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അടുത്തുള്ള കോട്ട അമ്പലത്തിലാണ് കേട്ടോ പോയത്. നമ്മുടെ നിറകൈതക്കോട്ട. ഞാനും അപ്പു ഉണ്ണിയേട്ടനും ഉണ്ടേ, വേറൊരാളൂടെ ഉണ്ട്. അയാളെ കൂട്ടിയിട്ട് വേണം പോവാൻ. സത്യം പറഞ്ഞാൽ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ അമ്പലത്തിൽ പോകുന്നത് തന്നെ. വേറെ ആരും അല്ല കേട്ടോ. ദാ ചിന്നുവാണേ. ഇനി ഇവൾക്ക് വേണ്ടി എന്തിനാ എല്ലാരും കൂടി ഈ നട്ടുച്ചയ്ക്ക് അമ്പലത്തിലേക്ക് പോകുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോ വിചാരിക്കാല്ലേ. അത് ഈ കോസ്റ്റ്യൂം കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. നാളെ വിഷു ഒക്കെ അല്ലേ. വിഷു ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോ പോകുന്നത്. അവളുടെ ധാവണിക്ക് മാച്ച് ആയിട്ട് വള എന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ്. നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. ഇവിടെ ഫോട്ടോസ് എടുക്കാനുള്ള കിട്ടില്ല ആംബിയൻസും ഉണ്ട്. കെട്ടിയൊരുങ്ങി വന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് പട്ടിപ്പണിയായിരുന്നു കേട്ടോ. ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് സാധനങ്ങൾ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യണം. നാളെ അതായത് വിഷുവിന് ഇങ്ങോട്ട് അടുക്കാൻ പറ്റൂല കേട്ടോ. അമ്മാതിരി തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ വന്നത്. ആദ്യത്തെ ഞങ്ങളുടെ ലൊക്കേഷൻ കൊളായിരുന്നു. കൊളായിരുന്നു എന്നല്ല, കുളമായിരുന്നു. ദേ ഈ കുളം ഒരുപാട് സേവ് ദ ഡേറ്റ്സ് ഒക്കെ ഇവിടുന്ന് എടുക്കാറുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളില് ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. പക്ഷെ ഞങ്ങളുടെ അടുത്ത് ക്യാമറ ഒന്നും ഇല്ലായിരുന്നേ. ഉണ്ണിയാടന്റെ S22 അൾട്രയിലാണ് കേട്ടോ ഞങ്ങൾ ഫോട്ടോസ് എടുക്കുന്നത്. ആ കുളത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. ഇനി ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിക്കാല്ലേ. ഇനി നമുക്ക് അമ്പലത്തിന്റെ മേലേക്ക് പോവാം. അതൊരു കുന്നാണേ. വണ്ടി എടുക്കാൻ പോയപ്പം വണ്ടീന്റെ മേലെ കയറിയിട്ടും വണ്ടി ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടൊക്കെ കുറെ ഫോട്ടോസ് അവിടുന്ന് എടുത്തു. ഉണ്ണിയാടന്റെ ചിന്നുവിന്റെയും കുറെ ഫോട്ടോസ് എടുത്തു കേട്ടോ. എന്റെ ഒരു ഒറ്റ നല്ല ഫോട്ടോ കിട്ടിയില്ല. കുഴപ്പമില്ല, നമുക്ക് കുന്നിന്റെ മേലേക്ക് പോയി നോക്കാം. അവിടുന്നെങ്കിലും കിട്ടുമായിരിക്കും അല്ലെ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് വന്നത് എന്തുകൊണ്ടും നന്നായി. ഞങ്ങൾ നല്ല സമയത്താണ് കേട്ടോ വന്നത്. അധികം തിരക്കില്ല, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും എല്ലാവരും സൈഡ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു കുപ്പി വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതെന്തായാലും കാലിയായിട്ടുണ്ട്. പോകുന്ന വഴിക്കാണെങ്കിൽ ചിന്നു ജ്യൂസ് ഒക്കെ വാങ്ങി തന്ന്. ഇനി എടുത്ത ഫോട്ടോസ് കാണണ്ടേ? കാണണോ? കാണണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോ ടാറ്റാ.